എല്ലാവർക്കും നമസ്കാരം. MCT മേൽമുറി ക്യാമ്പസിൽ നിന്നുള്ള ഒരു പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് ഈ സ്ലൈഡിൽ കാണുന്നത് പോയി വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ യാത്രക്ക് ഒരു ക്യാപ്ഷൻ ഒരുക്കിയതായിരുന്നു. DLED വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പരിസര പഠനത്തിൻ്റെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ യാത്ര ഒരുക്കിയിരുന്നത്. 24 ജനുവരി ആയിരുന്നു യാത്ര, വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ യാത്രക്കുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ വ്യാഴാഴ്ച തന്നെ പ്ലാൻ ചെയ്തിരുന്നു, അധ്യാപകരും ഒക്കെ ആയിട്ട്. അതിന് വേണ്ടിയിട്ട് 4 കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിരുന്നു. അച്ചടക്കത്തിനുള്ള കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഫസ്റ്റ് എയ്ഡ് കമ്മിറ്റി, പിന്നെ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കമ്മിറ്റിയുമായിട്ട് അതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റിയാസ് സാറ്, റാഷിദ് സാറ്, റംഷീന മിസ്സ്, ഷഹല മിസ്സ്, ഇന്ദു മിസ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ വന്നിരുന്ന അധ്യാപകർ. അങ്ങനെ എല്ലാവരും വെള്ളിയാഴ്ച 24 വെള്ളിയാഴ്ച രാവിലെ തന്നെ 8 മണിയോടെ എല്ലാവരും ആലത്തൂർ പടിയിലെത്തി. യാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ഏകദേശം ഒരു 8:30 ആയപ്പോഴേക്കും എല്ലാവരും എത്തി. ഏകദേശം അവസാനം എത്തിയൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു. എന്നാലും ബസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് കോഴിക്കോട് എത്തിയത്. കോഴിക്കോട്ടേക്ക് ഉള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് 3 ഡെസ്റ്റിനേഷൻസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കോഴിക്കോട് പ്ലാനറ്റോറിയം, അതായത് പിന്നെ റീജിയണൽ സയൻസ് സെൻ്ററാണ്. പ്ലാനറ്റോറിയം, റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം എന്നാണ് ഇതിൻ്റെ പേരറിയപ്പെടുന്നത്. ഇത് ഏകദേശം ഒരു 1997 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. പിന്നെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സോപ്പ് കമ്പനിയായ കേരള സോപ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട് കോഴിക്കോട്. അതാണ് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ബീച്ചായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ എത്തി. 10 മണിയോട് കൂടിയിട്ട് പ്ലാനറ്റോറിയത്തിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അധ്യാപകർ റെഡിയാക്കി. പിന്നെ അതിൻ്റെ കവാടം കടന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പലതരം ജീവികളുടെ പ്രതിമകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിലൊരു വെറും പാർക്ക് മാത്രമായിട്ടല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു സയൻസ് പാർക്കായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലത്തെ ഒരുപാട് സയൻസ് പരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഈ ഒരു പാർക്കിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയുള്ള കാര്യങ്ങളാണത്. ചെറിയവർക്ക് മാത്രമല്ല, മുതിർന്നവരായ നമുക്കൊക്കെ അത് പുതിയൊരു അനുഭവമായിരുന്നു. ഫിസിക്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്ലാനറ്റോറിയത്തിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു ചായയും സ്നാക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. അതിൻ്റെ ശേഷം ഏകദേശം ഒരു 10:30 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ഒരുപാട് ഗാലറികൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഫൺ സയൻസ് ഗാലറി, ചിൽഡ്രൻസ് ആക്ടിവിറ്റി ഏരിയ, ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ മിറർ മാജിക്കിൻ്റെ ഒരു റൂം, അങ്ങനെ പലതരം വ്യത്യസ്ത തരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെയൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ചിലർ. അതിലുള്ള ഓരോ സയൻസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് യാത്ര കൊണ്ടുപോകുമ്പോൾ വളരെ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് പ്ലാനറ്റോറിയം യഥാർത്ഥത്തിൽ. അപ്പോൾ അതിൻ്റെ തത്വങ്ങളൊക്കെ അതിൻ്റെ കൂടെ എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും സാധിച്ചു. അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു 10:40 ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു 3D തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ ഒരു 3D ഷോ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പലതരം ഷോ നടക്കലുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ അന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നാസ അപ്പോളോയിൽ ചന്ദ്രനിൽ 3 ആൾക്കാരുമായിട്ട് ചന്ദ്രനിൽ പോയ
ആ ഒരു വീഡിയോ ആയിരുന്നു ആനിമേഷൻ രൂപത്തിൽ 3D ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആനിമേഷൻ ആയിരുന്നെങ്കിൽ പോലും വളരെ നല്ലൊരു ഹൃദയസ്പർശമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നത്. യഥാർത്ഥത്തിൽ നാസൻ്റെ ആ ഒരു പ്ലാനിങ്ങും അതേപോലെ ബഹിരാകാശത്തേക്ക് ഈ ഒരു റോക്കറ്റിൽ ചെന്ന് നമ്മളെ ചന്ദ്രനെ തൊട്ട് ചന്ദ്രനിൽ കാല് കുത്തി വരുന്നത് വരെയുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഈ 3D കണ്ണട ഉപയോഗിച്ച് കാണുന്നതുകൊണ്ട് അവരുടെ കൂടെ ഒരു യാത്ര ചെന്ന് നമ്മൾ ചന്ദ്രനിൽ ഇറങ്ങി കൊടിയൊക്കെ കുത്തി വന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. രോമാഞ്ചമൊക്കെ ഉണ്ടായി, എന്താ പറയുക, രോമങ്ങളൊക്കെ പൊന്തിക്കുക പറയില്ലേ, അതേപോലെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷോ തന്നെയായിരുന്നു അത്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഗാലറിയിൽ കാണാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. റിഫ്രഷ്മെൻറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ അതൊക്കെ ചെയ്തു. അങ്ങനെ ഏകദേശം 11:30 ആയപ്പോൾ നമുക്ക് പ്ലാനറ്റോറിയം ഷോ നമുക്ക് വേണ്ടിയിട്ട് റെഡി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കയറി. ഇതാണ് പ്ലാനറ്റോറിയം ഷോൻ്റെ ഒരു സ്ലൈഡാണ് ഇത് കാണുന്നത്. ഇതിൽ വളരെ ഭംഗിയായിട്ടാണ് ഇത് അവർ ഒരുക്കിയിട്ടുള്ളത്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു തിയേറ്ററാണ് ഉള്ളത്. ഈ തിയേറ്ററിൽ നമ്മൾ കസേരകളിൽ ചാരി ഇരുന്ന് അല്പം കിടക്കണ രൂപത്തിൽ കിടന്നിട്ട് ആകാശത്തേക്കുള്ള കാഴ്ചകളായിട്ടാണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കിയ ഒരു ഫീലിംഗ് എങ്ങനെയായിരിക്കും, അത്ര നല്ല ഭംഗിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഭൂമി, എന്താണ് സൂര്യൻ, എന്താണ് നമ്മുടെ ഈ ഒരു സൗരയൂഥം, അങ്ങനെ പല കാര്യങ്ങളും നമ്മളെ സൗരയൂഥത്തിനെ പറ്റിയും ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് അത്ഭുതങ്ങളെ പറ്റിയൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ഒരു ഷോയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. അത് വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഈ വീഡിയോ കാണുന്നവരൊക്കെ പ്ലാനറ്റോറിയം ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊക്കെ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഈ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും നമ്മുടെ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളൊക്കെ ഈ പ്ലാനറ്റോറിയം ഷോയിലൂടെ അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശേഷം ഒരു 12 മണിയോട് കൂടി പ്ലാനറ്റോറിയം ഷോ കഴിഞ്ഞിറങ്ങി. പിന്നീട് ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ പുറത്ത് പാർക്കിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് തന്നെ ഭക്ഷണം ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഏകദേശം 2 മണിയോട് കൂടിയിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ 2:45 ആയപ്പോൾ ഞങ്ങൾ ഏകദേശം അടുത്ത ഡെസ്റ്റിനേഷനായ കേരള സോപ്സ് കമ്പനിയിലെത്തി. കേരള സോപ്പ് എന്ന് പറയുന്നൊരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ ഒരു അറിവായിരുന്നു. വളരെ നല്ലൊരു ഇൻഡസ്ട്രി ആയിരുന്നു. അതിൽ കേരള സോപ്സ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സോപ്പാണ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ സോപ്പിനേക്കാളും വില കുറഞ്ഞിട്ടാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ എത്തി, എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ഞങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷനായിട്ടൊരു ക്ലാസ് തന്നിരുന്നു. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ, ഈ സ്ലൈഡിൽ കാണുന്നത്. കമ്പനീൻ്റെ ചിത്രമുണ്ട്, പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്, പിന്നെ അന്നത്തെ ഒരു സൗകര്യം ചെയ്തു തന്നതിന് നല്ലൊരു ഫീഡ്ബാക്ക് പറയുന്ന സഫാൻ്റെ ഒരു ഫോട്ടോ ഒക്കെയാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. സാറിൻ്റെ വളരെ നല്ല ഒരു അവതരണമായിരുന്നു. അതിൻ്റെ ശേഷം ഞങ്ങൾ കമ്പനിയിലേക്ക് കൊണ്ടുപോയി അകത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്സും സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സാറ് ഞങ്ങൾക്ക് പറഞ്ഞൊന്ന് വിശദീകരിച്ച് തന്നു. പിന്നെ ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. 4 തരം സോപ്പുകളാണ് അവിടെ ഉണ്ടാക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സോപ്പാണ്. പിന്നെ അവിടുന്ന് വേണ്ടവർക്ക് അതിൻ്റെ സാമ്പിൾസ് വാങ്ങാനുള്ള സൗകര്യം അതിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവരൊക്കെ അതൊക്കെ വാങ്ങി, അധ്യാപകർക്ക് വാങ്ങി. കുട്ടികളൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ട് അവിടുന്ന് എടുത്തു. അതേപോലെ അവിടുന്ന് പിന്നെ 4 മണിയോട് കൂടിയിട്ട് അവിടുന്ന് ഏകദേശം ഇറങ്ങി. പിന്നെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി. വറക്കൽ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. കോഴിക്കോട് പ്രോപ്പർ എല്ലാവരും പോകുന്ന ബീച്ചല്ല വറക്കൽ ബീച്ച്. വളരെ ശാന്തമായിട്ട് ജനങ്ങൾ വളരെ കുറവുള്ളൊരു ഏരിയയാണ് വറക്കൽ ബീച്ച് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ബീച്ചാണ്. വളരെ മനോഹരമായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റി. നമുക്ക് ശാന്തമായി പോയിരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. അങ്ങനെ ഏകദേശം വെയിലാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ 4:30 സമയമായതുകൊണ്ട്. പാർക്കിലൊക്കെ കുറച്ച് സമയം, അതിൻ്റെ സൈഡിലൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിലൊക്കെ കുറച്ച് പേര് അവിടെ ചിലവഴിച്ച ശേഷം ബീച്ചിലേക്ക് എത്തി. കുറേ കുട്ടികളൊക്കെ ബീച്ചിലൊക്കെ ഇറങ്ങി കളിച്ചു. അതേപോലെ പ്രായമൊക്കെ മറന്ന് കളിച്ചവരുണ്ട്.
അപ്പോൾ പിന്നെ അത് കുറേ പേര് അവിടെ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീലായിട്ടുള്ള ഐസ് ചുരണ്ടി അച്ചാറുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ കുട്ടികളൊക്കെ വാങ്ങിക്കഴിച്ചു. അതേപോലെ ഒരു 6:30 മണിയോട് കൂടി നല്ല മനോഹരമായ സൺസെറ്റും കണ്ട് അവിടുന്ന് ഇറങ്ങി. ഒരുപാട് നല്ല ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ അവിടുന്ന് എടുത്തു. പിന്നെ ഈ സ്ലൈഡിൽ കാണുന്ന ഒരു ഒട്ടകം അവിടെ എല്ലാ സഞ്ചാരികളെയും ഇങ്ങനെ വരവേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാം 100 രൂപ കൊടുത്താൽ. അപ്പോൾ അതൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സയൻസിൻ്റെയും പ്രവൃത്തി പരിചയത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഈ ഒരു പഠനയാത്ര എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒന്ന് തന്നെയായിരുന്നു. വളരെ രസകരമായിരുന്നു. അതേപോലെ തന്നെ പുതിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഏകദേശം 9 മണിയോടുകൂടി 9:30-10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ആലത്തൂർ പടിയിലെത്തി. കുറേ കുട്ടികൾ വഴിയിൽ രക്ഷിതാക്കളെ വെയിറ്റ് ചെയ്യുന്ന അവരോടൊപ്പം ഇറങ്ങിപ്പോയവരുണ്ടായിരുന്നു. പിന്നെ ആലത്തൂർ പടിയിൽ എത്തി. അവിടുന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. നന്ദി, നമസ്കാരം. ഇത്രയൊക്കെയാണ് ഈ ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ചെറിയ വിവരണം. താങ്ക് യു.